അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ മോഡ്യൂളിലെ റിവിഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാമത്തെ മോഡ്യൂളിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാലോ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അതായത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അഞ്ച് ചോയ്സ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻ തന്നിട്ട് എനി 3 എഴുതാനാണ് അല്ലേ. മോഡ്യൂൾ 5 പറയുന്ന ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഈച്ച് ഗൈഡൻസ് 5 മാർക്കിനാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ എപ്പോഴും ആലോചിക്കുക, 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ചോയ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് പ്രൂവ് ദാറ്റ് എഫ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ഇറ്റ്സ് സ്കാലാർ പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നതിന് പകരം എന്താ ചോദിക്കുക, ചിലപ്പോൾ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഇറോട്ടേഷണൽ എന്നാണ് കേട്ടോ. ഇറോട്ടേഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സ്കാലാർ പൊട്ടൻഷ്യൽ ഫൈ കണ്ടുപിടിക്കാനും ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ ഡൈവഫും കേളഫും കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഡൈവേർജന്റിന്റെ പ്രോബ്ലം, കേളഫിന്റെ പ്രോബ്ലം, ഇറോട്ടേഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടാവും. എന്നിട്ട് സ്കാലാർ പൊട്ടൻഷ്യൽ കാണുന്ന പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ഉണ്ടാവും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ ചോദിക്കാനുള്ള ചാൻസ് വരുന്നത്. ചിലപ്പോൾ സർഫസ് ഇന്റഗ്രലിന്റെ പ്രോബ്ലം വരും കേട്ടോ. ഓക്കെ, ക്ലിയർ. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ 2020 ചോദിച്ചത് 3 പ്രോബ്ലം ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ആണ്. ഒരു ക്വസ്റ്റ്യൻ കൺസർവേറ്റീവ് ഫീൽഡ്, ഒരു ക്വസ്റ്റ്യൻ ഡൈവഫും കേളഫും കാണാനാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൈവഫ് കേളഫ് കാണാനും അതുപോലെ കൺസർവേറ്റീവ് ഫീൽഡ് ആണ് പ്രൂവ് ചെയ്തിട്ട് എന്താ പറയാ നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാനാണ് കേട്ടോ. അപ്പൊ തുടങ്ങിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതാം. ഡിറ്റർമിൻ വെദർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 6y square I plus 12xyj, whether 6y square I plus 12xyj is a conservative field, is a conservative vector field. Full stop. If so, find the potential function. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിച്ചോളൂ, എന്തായാലും വരുമെന്ന് 100% ഉറപ്പാണ്. കൺസർവേറ്റീവ് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഇറോട്ടേഷണൽ എന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇറോട്ടേഷണൽ എന്ന് പറഞ്ഞാലും കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മള് കേളഫ് കണ്ടുപിടിക്കാം. കേളഫ് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, പ്രൂവ് ദാറ്റ് എന്നാണെങ്കിൽ ശ്രദ്ധിക്കണേ, പ്രൂവ് ദാറ്റ് എന്നാണെങ്കിൽ അത് 0 ആയിരിക്കും. ചെക്ക് വെദർ എന്നാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേണം. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റിലൂടെ 0ക്ക് എത്തിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എയിം. കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ റൊട്ടേഷണൽ എന്ന് പറഞ്ഞാല് കേളഫിനെ 0 എന്ന് തെളിയിക്കുക. 0 ചെക്ക് വെദർ എന്നൊക്കെ പറയുമ്പോൾ 0 ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ചോളൂ. 99% ആവും. ഇനി നമുക്ക് പണി തരാൻ വേണ്ടിട്ട് അതിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്ത് ചെയ്യുന്നു, കേളഫ് കാണുകയാണ്. കേളഫിന്റെ ഫോർമുല എന്തായിരുന്നു, ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് F1 F2 F3. ഇതാണ് നമ്മുടെ ഫോർമുല. എല്ലാവരും ഫോർമുല എഴുതിക്കോളൂ. അപ്പൊ F1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, ഐയുടെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, F1 എന്ന് വിളിക്കുക. F2 എന്ന് പറഞ്ഞാലോ ജെയുടെ കോഎഫിഷ്യന്റിനെ F2 എന്ന് വിളിക്കും. പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് ഇല്ല, 0k ആണ് ശരിക്കും. അതെന്താണ്, F3 ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കെയുടെ ടേം തന്നിട്ടില്ല ക്വസ്റ്റ്യനില്. അപ്പൊ കെയുടെ ടേം എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ വാല്യൂസ് F1 F2 F3 സ്ഥാനത്ത് കൊടുക്കുകയാണ്. ഇവിടെ 6y സ്ക്വയർ, ഇവിടെ 12xy, ഇവിടെ 0. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിറ്റർമിനന്റ് കാണാൻ പോവാണ്. ഈ ഡിറ്റർമിനന്റ് 0 ആകുമെന്നാണ് തോന്നുന്നത്, കാരണം അടുത്ത പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മിക്കത് ആവേണ്ടതാണ്. ഇനി നമ്മുടെ ഭാഗ്യക്കേടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ഇൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ മൈനസ് ഇതേണ്ടത് അല്ലെ. ഡിറ്റർമിനന്റ് അറിയാലോ, ഇതേ മൈനസ് ഇതേണ്ടത്. ഐ വരുന്ന കോളവും റോയും മാറ്റി നിർത്താം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഡോ ബൈ ഡോ വൈ ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 12x. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു, അടുത്തത് ജെ ഇൻറ്റു തുടങ്ങുകയാണ്. ഓക്കെ, ജെ ഇൻറ്റു എന്ത് ചെയ്യണം, ഇതേ മൈനസ് ഇതേണ്ടത് അല്ലെ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 6y സ്ക്വയർ. അത് എഴുതുന്നു. പ്ലസ് കെ ഇൻറ്റു, കാണാലോ ബോർഡ്, പ്ലസ് കെ ഇൻറ്റു
ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് 12xy മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 6y². ഓക്കെ, സോ ഡിറ്റർമിനന്റ് കാണുന്നുണ്ട് നമ്മുടെ, ഞാൻ മാറ്റുന്നത് മുകളിൽ എഴുതുന്നുണ്ട്. ഈക്വൽ ടു I ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0, ഡോ ബൈ ഡോ ഇസഡ് ആണ്, ഇതിൽ ഇസഡ് ഇല്ല, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. മൈനസ് ജെ ഇൻറ്റു ഇവിടെ 0 ആണ്, 0 മൈനസ് അവിടെ ഡോ ബൈ ഡോ സെഡ് ഓഫ് 6y² എന്നാണ്, അതിൽ ഇസഡിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് അതും 0 ആയി. പ്ലസ് കെ ഇൻറ്റു അത് 0 ഇരിക്കരുത്, 0 ആവും, പക്ഷെ അങ്ങനെയല്ല. ഡോ ബൈ ഡോ എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പൊ 12 ഇൻറ്റു 1 ഇൻറ്റു വൈ എന്നാണ് എഴുതേണ്ടത്. വൈ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, അപ്പൊ 12y മാറ്റി നിർത്തിയാൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 6 ഇൻറ്റു y². y² ഡെറിവേറ്റീവ് എത്രയാ? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ 2y എന്നല്ലേ, അപ്പൊ 6 ഇൻറ്റു 2y എന്ന് പറഞ്ഞാൽ എത്ര വരിക? 12y എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0i മൈനസ് 0j പ്ലസ് 0k എന്ന് കിട്ടി, ഈക്വൽ ടു 0. എന്താണ് 0 ആയത്? എന്താണ് 0 ആയത്? കേൾ എഫ് 0 ആയി. മനസ്സിലായി? നമുക്കിപ്പോ കിട്ടിയത് എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചത് കേൾ എഫ് ആയിരുന്നു, കേൾ എഫ് 0 ആയി. കേൾ എഫ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? therefore f is in conservative വെക്ടർ ഫീൽഡ്. f ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിലാണെന്ന് കിട്ടി. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിലാണെന്ന് തെളിയിക്കുന്ന ഈ കേൾ എഫ് 0 ആവുന്ന 3 പ്രോബ്ലം നമുക്കുണ്ട്. അതായത് ഇറൊട്ടേഷനിൽ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും കേൾ എഫ് 0 എന്നാണ് പറയുക, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിലാണെന്ന് തെളിയിക്കാൻ പറഞ്ഞാലും കേൾ എഫ് 0 ആണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അല്ലെ, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ഇന്റഗ്രേഷൻ തന്നിട്ട് ഇന്റഗ്രേഷന്റെ വാല്യൂ അതിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും അതും എന്താണ്? കേൾ എഫ് 0 തെളിയിക്കാനായിട്ട്. അപ്പൊ കേൾ എഫിനെ ഡിപെൻഡ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെയാണ്? കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്, അതുപോലെ നമ്മുടെ റൊട്ടേഷനില്, ദെൻ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, അതുപോലെ ഡൈവെഫിനെ ഡിപെൻഡ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻ ഉണ്ട്. സോളിനോയിഡ്, ഡൈവെഫ് 0 ആണെങ്കിൽ സോളിനോയിഡ് എന്ന് വിളിക്കും. ഡൈവെഫ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന പോയിന്റ്സിനെ സോഴ്സ് എന്ന് പറയുന്നു. ഡൈവെഫ് ലെസ് ദാൻ 0 വരുന്ന പോയിന്റിനെ സിങ്ക് എന്ന് വിളിക്കുന്നു കേട്ടോ. അതിന്റെ എല്ലാം പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണോ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആണെങ്കിൽ ഇഫ് സോ എന്ന് പറഞ്ഞാൽ ഇത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിലാണെങ്കിൽ ഫൈൻഡ് ദി സ്കേലാർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഈ ഫൈ ആണ് കണ്ടുപിടിക്കുന്നത്. ഫൈ ഇത് നമ്മുടെ 3rd മോഡ്യൂളിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. 3rd മോഡ്യൂളിലും ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതിൽ ചെയ്യുന്നത് ഇതിൽ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് ആണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ താഴെ ഒരു സെന്റൻസ് എഴുതാം. ഇഫ് എഫ് ഇസ് കൺസർവേറ്റീവ് ഫീൽഡ്, നമുക്ക് അറിഞ്ഞിരിക്കുന്ന റിസൾട്ട് ആണ്. എഫ് കൺസർവേറ്റീവ് ഫീൽഡിലാണെങ്കിൽ ദെൻ ഡെൽ ഫൈ ഈക്വൽ ടു എഫ് ആയിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. എഫ് കൺസർവേറ്റീവ് ഫീൽഡിലാണെങ്കിൽ ഡെൽ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ടു എഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെൽ ഫൈ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡെൽ ഫൈ? ഡെൽ ഫൈയുടെ ഫോർമുല ഗ്രേഡിയന്റ് അല്ലെ, ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ സെറ്റ്. ഇത് ഐ ജെക്ക് വെക്ടർ ആണ്, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, കേപ്പാണ് കൊടുക്കാറ്. ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇക്വേറ്റ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? 6y² പ്ലസ് 12xyj. ഓക്കെ, ഇതിലെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാണ്. കമ്പയറിംഗ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത ഐ ജെ കെ ടേംസ് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഡോ ഫൈ ബൈ ഡോ എക്സിന്റെ പ്ലേസിൽ ആരാ വന്നേക്കണേ? ഐയുടെ കോഎഫിഷ്യന്റ് ആരാ? ഇവിടെ ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്. അവിടെ ആരാണ്? 6y². ഡോ ഫൈ ബൈ ഡോ എക്സിന് പകരം 6y² ആണ്. ഡോ ഫൈ ബൈ ഡോ വൈക്ക് പകരം ആരാ വന്നേക്കണേ? രണ്ടാമത്തെ ആള് ആരാ? 12xy ആണ്. മൂന്നാമത്തത്
ഡോ ഫൈ ബൈ ഡോ ഇസഡ് എത്രയാണ്? അങ്ങനെ ടേം ഇല്ല, 0 എന്ന് കൊടുത്തു. എല്ലാ പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, ഇനി അങ്ങോട്ട് ഈ മോഡലിൽ ചോദിക്കുന്ന എല്ലാ പ്രോബ്ലം ചെയ്യേണ്ടത് ഒരേ മെത്തേഡാണ്, ഒരേ പാറ്റേൺ ആണ്. എന്താ ചെയ്യുന്നത്? ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടു 6y², ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടു രണ്ടാമത്തെ ടേം 12xy, ഡോ ഫൈ ബൈ ഡോ സെറ്റ് കണ്ടു മൂന്നാമത്തെ ടേം ഇല്ല, അതുകൊണ്ട് 0 എന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് മെത്തേഡ്. ഇതാണ്. ഇനി വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓക്കെ ആവും കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ മതി, നമ്മൾ അടിപൊളിയാവും. ഓക്കെ, ഈ 3 ഇക്വേഷന്റെ ഉള്ളിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കണം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈ കാണാൻ പോവാണ്. അതൊന്ന് ഞാൻ മുകളിൽ എടുത്ത് എഴുതുന്നുണ്ട്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു 6y², ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 12xy, ഡോ ഫൈ ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് പ്രോബ്ലം അല്ലെ? നമ്മൾ വളരെ സിമ്പിൾ ആണ്. ഇതിനെ ഡിഫറൻസിയേഷൻ ആണ് അല്ലെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫൈ കിട്ടാൻ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇവിടെ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇവിടെ ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് 0 ആണ്, അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇവിടെ എഴുതാൻ പോകുന്ന ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എഴുതുന്നുണ്ട് ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 6y² dx. അപ്പോ ഡോ ഫൈ ബൈ ഡോ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഫൈ എന്ന് കിട്ടും. ഫൈ കിട്ടി, നമുക്ക് ഫൈ ആണ് വേണ്ടത്. ഫൈ കിട്ടി. 6y². ഇതിൽ എക്സിന്റെ ടേം ഉണ്ടോ? എക്സിന്റെ ടേം ഉണ്ടോ? ഇല്ല. എക്സിന്റെ ടേം ഉണ്ടെങ്കിൽ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ? ഇല്ലെങ്കിൽ 0 അല്ല കേട്ടോ. ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴാണ് 0. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ് എന്നുള്ള വേരിയബിൾ എഴുതാൻ ചെയ്യാം. അപ്പൊ 6y² എക്സ് എന്ന് എഴുതാം. അതൊന്ന് നീറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എക്സ് പറഞ്ഞൂടെ? 6xy² കേട്ടോ, പ്ലസ് സി ഒരു കോൺസ്റ്റന്റ്. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ചെയ്യണം. അപ്പൊ ഇവിടെ കിട്ടുന്നത് 5 എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ കോൺസ്റ്റന്റിനെ C1 എന്ന് വിളിക്കുന്നു. അടുത്തതിൽ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഈ മോഡലാണ് എല്ലാ പ്രോബ്ലം. ഇത് മാത്രമല്ല, ഈ ഒരൊറ്റ പ്രോബ്ലം മാത്രമല്ല, എല്ലാ പ്രോബ്ലത്തിലും ഈ സെയിം സ്റ്റെപ്പ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ 12xy dy. അപ്പൊ 5 ഈക്വൽ ടു 12x. വൈനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈയുടെ ഇന്റഗ്രൽ എന്താ? y²/2. അവിടുത്തെ കോൺസ്റ്റന്റ് C2 എന്ന് വിളിച്ചു. ഈ 12 6 വെട്ടിപ്പോയി. 6xy² പ്ലസ് C2. അടുത്ത മൂന്നാമത്തേതാണ്. മൂന്നാമത്തത് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും അവിടെ 0 ആണ്, ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു കോൺസ്റ്റന്റ് ആണ് വരിക. അതായത് അവിടെ ഡെറിവേറ്റീവ് ക്യാൻസൽ ആകുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ എഴുതുന്നില്ല, മൂന്നാമത്തെ നമ്മൾ നോക്കുന്നില്ല. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റീവ് വിത്ത് റെസ്പെക്ട് ഇസഡ് എന്ന് പറയുന്നു. ഇവിടെ ശരിക്കും ചെയ്ത് കഴിഞ്ഞാല് 5 ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ് വരിക, വേറെ ഒന്നും വരില്ല. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് അല്ലേ 0. 5 ഈക്വൽ ടു C3 എന്നാ വരിക കേട്ടാ മൂന്നാമത്തത്. ഇത് മൂന്നും കൂടി കൂട്ടുകയാണ് നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ വേണം. ഇസഡിന്റെ ടേം ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് 0 അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ആരും ഇല്ല, വാല്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 0 ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് തോന്നും സാർ ഇന്റഗ്രലിന്റെ 0 അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ഒരു മാത്സിലെ ഒരു തിയറിയാണ്. അതായത് ഡിഫറൻസിയേഷൻ. ഇപ്പൊ C3നെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ആ ഒരു കൺസെപ്റ്റിലാണ് അത് പറയുന്നത്. ദെൻ 5 ഈക്വൽ ടു 5(1) പ്ലസ് 5(2) പ്ലസ് 5(3). ഇത് മൂന്നും കൂടി കൂട്ടിയാലേ നമ്മുടെ ആക്ച്വൽ വാല്യൂ കിട്ടും. ഇതാണ് സ്ക്വയർ പൊട്ടൻഷ്യൽ. ഇത് മൂന്നും കൂടി കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് മൂന്നിലും ഒരേപോലത്തെ ടേം വരികയാണെങ്കിൽ ഒരിക്കൽ എഴുതിയാൽ മതി. ഒരേപോലത്തെ ടേമിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരിക്കൽ എഴുതിയാൽ മതി. 6xy² ഉണ്ട്, 6xy² ഉണ്ട് രണ്ടിലും. അപ്പൊ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയില്ലേ? അപ്പൊ 6xy². ഇനി വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? C1 C2 ഉണ്ട്, C3 ഉണ്ട് അല്ലെ? എല്ലാ കോൺസ്റ്റന്റും കൂടി ഒരൊറ്റ കോൺസ്റ്റന്റ് കൊടുത്താൽ മതി C. ഇതാണ് ലാസ്റ്റ് ആൻസർ കേട്ടോ. 6xy² പ്ലസ് C. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രോബ്ലം ഇതുപോലെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഓക്കെ ആവും. അപ്പൊ ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ അർജുൻ? ഞാൻ അയച്ചെന്ന ഇതിനകത്ത് 2019 ഡിസംബർ 3-ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ സാർ അയച്ചു കൊടുത്തോ? അത് ഇതുപോലെ അല്ല തന്നെ.
ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2019. 2019 ഡിസംബറിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2019 ഡിസംബർ. ഒരു മിനിറ്റ്. 2019 മറ്റേ ആദ്യത്തേലും ഉണ്ടോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്ന് വേരിയബിൾ വരുന്നത്. എന്തായാലും ഡിസംബറിൽ നീ പറഞ്ഞുകൊണ്ട് ഡിസംബർ എടുക്കാം. ഡിസംബർ 2019 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ്. ബി പാർട്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ ബി വരുന്നത്. അത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഗ്രേഡിയന്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. മനസ്സിലായി? അത് തേർഡ് യൂണിറ്റ് തന്നെയാണ്. അതല്ല നമുക്ക് അല്ല കുഴപ്പമില്ല. അഞ്ചാമത്തെ അതില് ആ വർഷത്തിലെല്ലാം ടെഫായിരുന്നല്ലേ പറഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി സ്കേലാർ പൊട്ടൻഷ്യൽ ഓഫ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. പക്ഷെ അത് വായിക്കാൻ മനസ്സിലാവുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അതിനുള്ള നീ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് മറ്റേ ബി പാർട്ടിലെ പാർട്ട് ബിയിലുണ്ട്. മോഡൽ 5 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു പ്രൂവ് ദാറ്റ് ഡെൽ സ്ക്വയർ ആർ റേസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യിപ്പിച്ചേക്കാം. പേര് ചെയ്യാനിട്ട് n+1 r⁻n−2 അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതില്. Okay, question find the scalar potential of f equal to 2xy plus z cube into I plus x square j plus 3x z square k. മൂന്ന് ടേം ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലേ 2xy plus z cube into I plus x square j plus 3z square k. കറക്റ്റ് തന്നെ തോന്നുന്നു. ഇതൊരു സ്കേലാർ പൊട്ടൻഷ്യൽ കാണാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിലും സെക്കൻഡ് യൂണിറ്റിലെ പ്രത്യേകിച്ച് സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡെൽ ഫൈ ഈക്വൽ ടു 5 അല്ല എഫ് ഇങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെന്താണ്? ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് തേർഡ് മോഡ്യൂളിലത്തെ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ ഗിവൺ ദാറ്റ് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്ന് പറയും തേർഡ് മോഡ്യൂൾ. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫൈൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് നമുക്ക് വി നോ ദാറ്റ് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്ന് എടുക്കാൻ പാടില്ല. വി നോ ദാറ്റ് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്ന് എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്ത് തുടങ്ങിയാല് നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല, 5 മാർക്ക് കിട്ടില്ല, പകുതിയേ കിട്ടുള്ളൂ. കാരണം എന്താ? ഇങ്ങനെ എടുക്കണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, ശ്രദ്ധിക്കണേ. ഇങ്ങനെ നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ നമ്മൾ എടുക്കണമെങ്കിൽ ആ തന്നിരിക്കുന്നത് ഒരു ഇറോട്ടേഷണൽ വെക്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ വേറെ പേരെന്താണ്? കൺസർവേറ്റീവ് ഫീൽഡിലായിരിക്കണം. അപ്പൊ തന്നിരിക്കുന്നത് ഒരു ഇറോട്ടേഷണൽ വെക്ടർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സാധനം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഫസ്റ്റ് വി വാണ്ട് ടു പ്രൂവ് എന്ന് പറഞ്ഞിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇറോട്ടേഷണൽ വെക്ടർ ദാറ്റ് ഈസ് കേൾ എഫ് ഈക്വൽ ടു 0. മനസ്സിലായോ? അപ്പൊ കേൾ എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് തുടങ്ങിയാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് വി നോ ദാറ്റ് ഡെൽ ഫൈ ഈക്വൽ ടു എഫ് എന്ന് എടുക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ആ കേൾ എഫ് ഈക്വൽ ടു 0 എന്ന് തെളിയിക്കുക കൂടി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാറുള്ളൂ. ഓക്കെ, താഴെ എഴുതാം. ഇൻ ദിസ് പ്രോബ്ലം തുടങ്ങാം നിങ്ങള്. ഇൻ ദിസ് പ്രോബ്ലം we check first we check vector f is irrotational or not. Vector f is irrotational അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് എഴുതാം. എന്തായാലും കുഴപ്പമില്ല, irrotational or not എങ്കിലേ ഈ പറഞ്ഞ സാധനം നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്തോളൂ. കേൾ എഫ് കണ്ടുപിടിച്ചോളൂ. കേൾ എഫ് നിങ്ങൾ ചെയ്തോ. ഡിറ്റർമിനന്റ് I J K ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് F1 F3. ഇതാണ് ഫോർമുല. എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ വാല്യൂസ് കൊടുക്കുക. F1 പകരം എന്താണ്? 2xy പ്ലസ് z ക്യൂബ്. F2 സ്ഥാനത്ത് x സ്ക്വയർ. F3 സ്ഥാനത്ത് 3x z സ്ക്വയർ.
തുടങ്ങിക്കോളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് കാണാൻ പോവാണ്. അപ്പൊ ഡിറ്റർമിനന്റ് കാണാണ് ഈക്വൽ ടു ഐ ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു. അതേണ്ടത് അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് 3x z സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ z ഓഫ് എക്സ് സ്ക്വയർ മൈനസ് അടുത്തതോ ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x z സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ z ഓഫ് 2xy പ്ലസ് z ക്യൂബ് പ്ലസ് k into dou by dou x of x square minus dou by dou y of 2xy plus z cube. ഇതാണ് കേട് കാണാനുള്ള ഫോർമുല കേട്ടോ. ഓക്കെ, എഴുതിക്കോളൂ. എഴുതിയെടുക്കാം. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു കേൾ ഓഫ് ആണ് കാണുന്നത്. ഈക്വൽ ടു ഐ ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു ഡോ ബൈ ഡോ വൈ. ഇതിന്റെ വൈയുടെ ടേം ഇല്ല അപ്പൊ 0. ഡോ ബൈ ഡോ സെറ്റ് ഇസെറ്റിന്റെ ടേം ഇല്ല 0. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്. എക്സ് 1 ആയി പോയി അവിടെ 3z സ്ക്വയർ വരും. മൈനസ് ഡോ ബൈ ഡോ ഇസെറ്റ് ആണ്. ആദ്യത്തെ ടൈം 0, രണ്ടാമത്തേല് 3z സ്ക്വയർ വരും. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് ഇവിടെ വൈയിൽ ചെയ്യുമ്പോൾ ഇത് മാത്രമേ വൈയുടെ ടൈം ഉള്ളൂ. അവിടെ 2x കിട്ടും. മറ്റേ ടൈം 0 ആയി പോകും. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 0i മൈനസ് 0j പ്ലസ് 0k ഈക്വൽ ടു 0. അങ്ങനെ ആയിരിക്കൂട്ടാ. മനസ്സിലായോ? സ്കാലാർ പൊട്ടൻഷ്യലിന്റെ പ്രോബ്ലം എല്ലാം കേൾ ഓഫ് 0 ആയിരിക്കൂട്ടാ. താഴെ എഴുതാം കേൾ ഓഫ് ഈക്വൽ 0. therefore del phi equal to f. കേൾ ഓഫ് 0 ആയതുകൊണ്ട് del phi equal to f ആണ്. അങ്ങനെ എടുക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് വി നോ ദാറ്റ് del phi equal to f എന്ന് പറയാൻ പാടില്ല. കേൾ ഓഫ് 0 ആയതുകൊണ്ട് ഇറോട്ടേഷണൽ ആയതുകൊണ്ട് കേട്ടോ. f is irrotational therefore അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. മനസ്സിലായോ? f is irrotational ആയതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. therefore del phi equal to f. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ഫോർമുല നേരത്തെ പറഞ്ഞത് ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു എഫ് കൊടുക്കുക. എഫ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2xy പ്ലസ് z ക്യൂബ് ഇൻറ്റു ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് 3xz സ്ക്വയർ കെ. നേരത്തതുപോലെ കമ്പയറിംഗ് കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ എന്താ കിട്ടുക? ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ആരാണ്? 2xy പ്ലസ് z ക്യൂബ് ആണ്. ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് വിളിക്കുന്നതോ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. മൂന്നാമത്തത് ഡോ ഫൈ ബൈ ഡോ z എന്ന് വിളിക്കുന്നതോ 3xz സ്ക്വയർ. ഓക്കെ ആണോ? യെസ്, ചെയ്തോളൂ. ഇതിനെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അവിടെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പുറത്ത് ഇന്റഗ്രേറ്റിംഗ് with respect to z. Here integrating with respect to x, integrating with respect to y, integrating with respect to z.
ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 2xy പ്ലസ് ഇസഡ് ക്യൂബ് ഡി എക്സ്. അപ്പുറത്ത് വരുമ്പോൾ ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി വൈ. അപ്പുറത്ത് വരുമ്പോൾ ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 3x സെറ്റ് സ്ക്വയർ ഡി സെറ്റ് dx dy d സെറ്റ്. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഫൈ ആദ്യത്തെ ഫൈ ആണ്, അപ്പൊ അതിനെ 5 എന്ന് വിളിച്ചു. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്, എക്സിന്റെ ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 into x square by 2y. അവിടെ എക്സിന്റെ ടേം എക്സ് ഉണ്ട്, എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് x square by 2 പ്ലസ് ഇസഡ് ക്യൂബിന്റെ കൂടെ എക്സ് ഇല്ല, അപ്പൊ അവിടെ എന്ത് എഴുതണം, എക്സ് ഇസഡ് ക്യൂബ് എന്ന് എഴുതണം പ്ലസ് ഒരു കോൺസ്റ്റന്റ് c1. 2 വെട്ടിപ്പോയ ആൻസർ വരിക എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് ഇസഡ് ക്യൂബ് പ്ലസ് c1 ദാറ്റ് ഈസ് 5. ഇപ്പുറത്തേക്ക് വരുമ്പോ 5 ഈക്വൽ ടു അവിടെ y ഇല്ല, അപ്പൊ എന്താ വരിക എക്സ് സ്ക്വയർ വൈ പ്ലസ് c2. അടുത്ത ഇസഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 5 ഈക്വൽ ടു 3x കോൺസ്റ്റന്റ് ആണ്, ഇസഡ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഇസഡ് ക്യൂബ് ബൈ 3 പ്ലസ് c3. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസഡ് ക്യൂബ് പ്ലസ് c3. നോക്കാം, നമുക്കിപ്പോ ഇവിടെ 5 കിട്ടി, എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് ഇസഡ് ക്യൂബ് പ്ലസ് c1. 5 കിട്ടി, എക്സ് സ്ക്വയർ വൈ പ്ലസ് c2. 5 കിട്ടി, എക്സ് സെറ്റ് ക്യൂബ് പ്ലസ് c3. അവസാനം 5 ഈക്വൽ ടു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, 5 പ്ലസ് 5 പ്ലസ് 5 പക്ഷെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക റിപ്പീറ്റഡ് വാല്യൂ ഒരിക്കൽ എഴുതിയാൽ മതി, 2 പ്രാവശ്യം എഴുതണ്ട. എക്സ് സ്ക്വയർ വൈ അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഒരിക്കൽ എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് സെറ്റ് ക്യൂബ് ഇവിടെയുണ്ട്, എക്സ് സെറ്റ് ക്യൂബ് അവിടെയുണ്ട്, ഒരിക്കൽ എഴുതിയാൽ മതി എക്സ് സെറ്റ് ക്യൂബ്. ഇത് ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ ഒന്നുമില്ല, പ്ലസ് ഒരൊറ്റ കോൺസ്റ്റന്റ് c. ഇതാണ് കൺസർവേറ്റീവ് ഫീൽഡ് തന്നിട്ട് സ്കേലാർ പൊട്ടൻഷ്യൽ കാണുക, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇത് തന്നിട്ട് റൊട്ടേഷനിലാന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് സ്കേലാർ പൊട്ടൻഷ്യൽ കാണാം. ഈ ഒരു സെയിം ടോപ്പിക് സെയിം പ്രോബ്ലം നമ്മുടെ 3rd മോഡലിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അപ്പോഴും ഇതേ മോഡലാണ് ചെയ്യേണ്ടത്. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സിനെ ഫസ്റ്റ് ടൈമായി ടിക്കേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ആൻസർ കിട്ടുക. ഡോ ഫൈ ബൈ ഡോ വൈനെ സെക്കൻഡ് ടൈമായി ടിക്കേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ എഴുതാം. ഡോ ഫൈ ബൈ ഡോ സെറ്റിനെ വിത്ത് റെസ്പെക്ട് സെറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ എഴുതാം. 3 കൂടി കൂട്ടുക, ശ്രദ്ധിക്കുക കൂട്ടുമ്പോൾ ചുമ്മാ കൂട്ടിയതല്ല, റിപ്പീറ്റേഷൻ വരുന്നതിന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, അങ്ങനെ എഴുതാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒറ്റ c കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഇതിൽ സൈനും കോസും ഒക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, കോസ് സെഡ് സൈൻ സെഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, ട്രിഗണോമെട്രി സാധാ ഇന്റഗ്രേഷനുള്ള ഇന്റഗ്രേഷൻ പ്രോഡക്റ്റുകളൊന്നും ഇല്ല. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ചോദിക്കാനുള്ളൂ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന് വരുമ്പോൾ ഈ സെഡിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ സൈൻ സെഡിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് സെഡ് എന്നായി മാറും. അങ്ങനെ വരുന്നുള്ളൂ, അല്ലാണ്ട് കൺഫ്യൂഷനുള്ള സാധനങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.